السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. ഏറ്റവും പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നോമ്പിൽ ഇളവ് ലഭിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ചാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു യാത്രക്കാരന് നിസ്കാരത്തിൻ്റെ പകുതി അനുവാദം നൽകി. അതുപോലെ സ്വന്തം കുഞ്ഞുങ്ങളുടെ മേൽ ഭയന്നാൽ ഗർഭിണിക്കും മുലയൂട്ടുന്നവൾക്കും നോമ്പ് ഒഴിവാക്കാനും അല്ലാഹു ഇളവ് നൽകിയിട്ടുണ്ട്. ഈ ഹദീസ് അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും നോമ്പിൻ്റെ കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, തയമ്മുമിനെ അനിവാര്യമാക്കുന്ന അപകടങ്ങൾ സ്വന്തം ശരീരത്തിൻ്റെ മേൽ ഭയന്നാൽ, അല്ലെങ്കിൽ കുഞ്ഞിന് നോമ്പ് പ്രയാസം സൃഷ്ടിക്കുമെന്ന് വന്നാലും, അതുപോലെ തന്നെ ഗർഭിണിക്കും മുലയൂട്ടുന്നവർക്കും നോമ്പ് ഒഴിവാക്കാവുന്നതാണ് എന്ന് മഹാനവറുകൾ പറയുന്നു. അതുപോലെ തന്നെ മറ്റ് ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, ഗർഭം അലസിപ്പോവുകയോ അല്ലെങ്കിൽ സ്ത്രീക്ക് പാൽ കുറഞ്ഞു പോകുകയോ അല്ലെങ്കിൽ കുഞ്ഞിന് നാശവും മെലിച്ചിലും അല്ലെങ്കിൽ ശാരീരികമായി വല്ലതും സംഭവിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നോമ്പ് ഒഴിവാക്കാൻ അത് കാരണമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നോമ്പ് ഒഴിവാക്കാം, നോമ്പ് മുറിക്കൽ അനുവദനീയമാണ് ഫഖഹാക്കൾ പഠിപ്പിക്കുന്നു. എത്രത്തോളം അത് ഈ മുല നൽകുന്ന കുഞ്ഞ് മറ്റൊരാളുടെ കുഞ്ഞാണ്, സ്വന്തം കുഞ്ഞിനല്ല, മറ്റൊരാളുടെ കുഞ്ഞിന് മുല കൊടുക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ പോലും അവർക്കത് ഒഴിവാക്കൽ അനുവദനീയമാണ് എന്ന് ഫഖഹാക്കൾ പഠിപ്പിക്കുന്നു. ഗർഭിണിയും അതുപോലെ തന്നെ ശരീരത്തിനോ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനോ അപകടം നേരിടുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് നോമ്പ് നിർബന്ധമില്ല, അഥവാ നോമ്പ് ഒഴിവാക്കേണ്ടതും പിന്നീട് അത് ഖളാ വീട്ടേണ്ടതുമാണ്. എന്നാൽ അവർ നോമ്പെടുക്കുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിന് യാതൊരുവിധ പ്രയാസവും ഇല്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ബോധ്യപ്പെടുകയും കുട്ടിയുടെ സംരക്ഷണത്തിന് മാത്രം അവൾ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്താൽ പിന്നീട് ഒരു മുദ്ദ് വീതം നൽകൽ നിർബന്ധമാണ്. സ്വന്തം ശരീരത്തിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനും കുട്ടിയുടെ ആവശ്യത്തിനും കൂടി രണ്ടും ഒരുമിച്ചോ നോമ്പ് ഒഴിവാക്കിയാൽ പിന്നീട് നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ് നൽകേണ്ടതില്ല. മറിച്ച് കുട്ടിയുടെ ആവശ്യത്തിന് മാത്രം നോമ്പിനെ ഒഴിവാക്കുമ്പോൾ അതിന് നോമ്പിന് ഖളാ വീട്ടലോടൊപ്പം ഒരു മുദ്ദ് കൂടെ നൽകൽ നിർബന്ധമാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹൈലുകാരിയും നിഫാസുകാരിയും ഇവർക്കും നോമ്പ് നിർബന്ധമില്ല. മാത്രമല്ല ഈ കാലയളവിൽ നോമ്പെടുക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്, ഹറാമാണ്.
എന്നാൽ ഹൈലുകാരിയും നിഫാസുകാരിയും നോമ്പ് ഖലാ വീട്ടലും നിർബന്ധമാണ്. ഈ ഹൈലിൻ്റെയും നിഫാസിൻ്റെയും സമയം കഴിഞ്ഞാൽ ഈ നോമ്പിനെ അവർ ഖലാ വീട്ടണം. എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പല സഹോദരിമാരും ഖലാ വീട്ടാൻ മടി കാണിച്ചുകൊണ്ട് അതിന് പ്രതിവിധിയായിക്കൊണ്ട് ഗുളിക കഴിച്ച് നോമ്പ് കാലത്തെ ആർത്തവം നിയന്ത്രിക്കുന്ന പല സഹോദരിമാരെയും കാണാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും കൂടിപ്പോയാൽ 15 നോമ്പാണ് അവർക്ക് നഷ്ടപ്പെടുക. അത് അടുത്ത പരിശുദ്ധമായ റമദാൻ വരുന്നതിൻ്റെ മുമ്പുള്ള 11 മാസക്കാലം, വളരെ ദൈർഘ്യമുള്ള 11 മാസമുണ്ട്. ഈ 11 മാസത്തിൽ ഈ 15 നോമ്പ് നോറ്റ് വീട്ടാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ആർത്തവം ഗുളികകൾ, മരുന്നുകൾ നൽകി നിയന്ത്രിക്കുന്നതിനേക്കാളും നല്ലത് നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് അതിനെ നോറ്റുവിട്ടലാണ്. കാരണം ആർത്തവ നിയന്ത്രണം അത് പ്രകൃതിപരമായി തന്നെ അത് ആരോഗ്യത്തിന് ഹാനികരമായ, പ്രകൃതി വിരുദ്ധമായ സംഗതിയാണ്. അത് പ്രകൃതിപരമായി സ്ത്രീകളിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതിനെ നിയന്ത്രിക്കുക ഗുളികകൾ നൽകി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ട് അതിനെ നിയന്ത്രിക്കൽ പ്രകൃതി വിരുദ്ധമാണ്. പല രോഗങ്ങളും കടന്നു വരാൻ അത് കാരണമാകും. ഹൈദ് കാലത്തും അതുപോലെ തന്നെ നിഫാസ് ഉള്ള സമയത്തും സ്ത്രീകൾ കൊണ്ട്, അതായത് ഇംസാക്ക് അവർക്ക് നിർബന്ധമില്ല. എങ്കിലും വിശുദ്ധ മാസത്തെ മാനിച്ചുകൊണ്ട് പരസ്യമായി ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യരുത്. പകൽ സമയത്ത് രക്തം നുറിഞ്ഞ് ശരീരം ശുദ്ധിയായാൽ വൈകുന്നേരം വരെ അവർക്ക് ഇംസാക്ക് സുന്നത്തുണ്ട്. അതായത് ഒരു സ്ത്രീക്ക് ഇപ്പോൾ നോമ്പിൻ്റെ പകലിൽ ഉച്ചയായപ്പോൾ അവരുടെ ഹൈദോ നിഫാസ് മുറിഞ്ഞ് ശുദ്ധിയായി. എന്നാൽ കുളിച്ച് വൃത്തിയായാൽ വൈകുന്നേരം വരെ അവർ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഇംസാക്ക് നിർബന്ധമില്ല. മറിച്ച് അത് സുന്നത്ത് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങൾ സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.